പീരുമേട് തോട്ടം മേഖലയിലെ ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ ബജറ്റിൽ അനുവദിച്ച 20 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ലെന്ന് പരാതി. ഇതിൽ 33.7 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് ധനവകുപ്പിൽ നിന്ന് ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളിൽ തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോഴും ദുരിത ജീവിതം നയിക്കുകയാണ്. ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ 20 കോടി രൂപ അനുവദിച്ചെങ്കിലും ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചത് 33.7 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ്. 3 വർഷം കഴിഞ്ഞിട്ടും ഇത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനും നടപടിയുണ്ടായിട്ടില്ല. ഇതോടെ 31,412 തൊഴിലാളി കുടുംബങ്ങളാണ് പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളിൽ ഇപ്പോഴും കഴിയുന്നത്. ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷനാണ് ലയങ്ങളുടെ നവീകരണത്തെ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ജീർണാവസ്ഥയിലായ ലയങ്ങൾ ഉടൻ നവീകരിക്കുക, അതല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നീ നിർദ്ദേശങ്ങളായിരുന്നു റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. തുടർന്ന് കമ്മീഷന്റെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു. നവീകരണം അതല്ലെങ്കിൽ പുതിയ വീട് എന്ന തീരുമാനം 2020 പ്ലാന്റേഷൻ നയത്തിൽ സർക്കാർ ആവർത്തിക്കുകയും ചെയ്തു. സർക്കാരും ഉടമകളും തുല്യമായി നിർമ്മാണ ചെലവ് വഹിക്കണമെന്നായിരുന്നു തീരുമാനം. ലയങ്ങളുടെ നവീകരണം എങ്ങും എത്താതായതായി തൊഴിലാളി നേതാക്കൾ പറയുന്നു. ടീ കമ്പനിയിലെ ഒരവസ്ഥ പൊതുവെ ജനങ്ങൾക്കെല്ലാം ഇവിടെ അറിയാവുന്നതാണ്. 2000 ഡിസംബർ മാസം 13-ാം തീയതി ഉടമ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ തോട്ടം പൂട്ടുകയോ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്നു മുതൽ ദൈനംദിന ജീവിതത്തിൻ്റെ വളരെ ദുഃഖകരമായ രീതിയിലാണ് തൊഴിലാളികളുടെ ജീവിതം. ഇന്ന് ആ ലയങ്ങളെല്ലാം ഇടിഞ്ഞു പോയി. ഏതാനും കുറേ നല്ല ശതമാനം ആൾക്കാരും അവിടെ നിന്ന് ഭരിച്ചു പോയിട്ടില്ല. ബാക്കി ജീവിക്കുന്ന ആൾക്കാർ ആ ലയൻസിനെ മാത്രം ആശ്രയമാക്കി ജീവിക്കുന്ന, അവർക്ക് ഒരു വിധത്തിന് താമസിക്കാനോ ഒരു വിധത്തിന് ഏത് നിമിഷവും നിലംപത്താവുന്ന രീതിയിലുള്ള ലയൻസിനാണ് അവർ താമസിക്കുന്നത്. അവരുടെ എല്ലാം നശിച്ച് ഒരു വ്യവസ്ഥയില്ലാതെ ശോചനീയാവസ്ഥയിൽ ജീവിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ് നിരവധി തവണയായിട്ട് പല പ്രാവശ്യമായിട്ട് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ഉടനെ ലയൻസ് പണിയും അത് ക്വാർട്ടേഴ്സ് ആണെന്നും ആ രീതിയിലൊക്കെ പണിയെന്നും പറഞ്ഞ് പല പ്രാവശ്യം ഇത് വാർത്തകളൊക്കെ വരികയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം. തൊഴിൽ വകുപ്പ് നടത്തിയ സർവേയിൽ സ്ഥലമോ വീടോ ഇല്ലാത്ത 22,389 തൊഴിലാളി കുടുംബങ്ങളും സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്ത 4,715 കുടുംബങ്ങളും വിരമിച്ച ശേഷവും വീടില്ലാത്ത 4,308 തൊഴിലാളി കുടുംബങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തി. ഇതെല്ലാം പരിഗണിച്ച് 31,412 ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഭൂമി കണ്ടെത്താൻ പഞ്ചായത്തുകൾക്കും കഴിയാതെ വന്നതോടെ തീരുമാനം പരാജയപ്പെട്ടു. അതിനിടെ ലയങ്ങളുടെ നവീകരണത്തിന് ദീർഘകാല സോഫ്റ്റ് ലോൺ ലഭ്യമാക്കാൻ സർക്കാർ സഹായിക്കണമെന്ന ആവശ്യവുമായി ഉടമകൾ രംഗത്ത് വന്നു. എന്നാൽ ഇക്കാര്യത്തിലും ഒരു തീരുമാനവും ഉണ്ടായില്ല. തുടർന്നാണ് ലയങ്ങൾ നവീകരിക്കാൻ സർക്കാർ 2 ഘട്ടമായി 20 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചത്. എന്നാൽ ഫണ്ട് ചിലവഴിക്കുന്നത് സംബന്ധിച്ച് കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ ലയങ്ങളുടെ നവീകരണം എന്ന് നടക്കുമെന്ന ചോദ്യമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്.